തിരുവനന്തപുരത്തെ വിതുര തുള്ളിക്കോട്ട് തേനീച്ച ആക്രമണത്തിൽ കുറച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരിക്കേറ്റു എന്ന രീതിയിൽ ഒരു വാർത്ത വരുന്നുണ്ട്. പരിക്കേറ്റ 8 പേരിൽ 3 പേരുടെ നില ഇത്തിരി ഗുരുതരമാണെന്നും അറിയുന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടെയാണ് തേനീച്ചയുടെ ആക്രമണം ഉണ്ടായത്. തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണൻ തത്സമയം ചേരുന്നു. ഹരികൃഷ്ണൻ, എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? എസ് കെ, ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ തൊഴിലുറപ്പ് ജോലിക്കിടെയാണ് ഇത്തരത്തിൽ തൊഴിലാളികൾക്ക് തേനീച്ചയുടെ ആക്രമണം നേരിടേണ്ടി വന്നത്. ഈ തൊഴിലുറപ്പ് ജോലിക്കിടെ ഇവർ ഈ കാട് വെട്ടി വൃത്തിയാക്കുകയായിരുന്നു. ഇതിനിടയിൽ തേനീച്ചക്കൂടുണ്ടായിരുന്നു. വെട്ടി വൃത്തിയാക്കുന്നതിനിടയിൽ ഇത് കാടിന് ഈ ചപ്പുചവറുകൾക്ക് തീയിടുകയും ചെയ്തു. ഇതിനോടൊപ്പം തന്നെ ഈ തേനീച്ചക്കൂടിനും തീ പിടിക്കുകയും അങ്ങനെ തേനീച്ചകൾ ഇളകുകയും ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു. ഏകദേശം 17ഓളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പൊൽപ്പാറ സെറ്റിൽമെന്റിലെ തൊഴിലാളികളാണ് ഇവർ. ഇതിൽ 8 പേർക്ക് തേനീച്ചയുടെ ആക്രമണം നേരിടേണ്ടി വന്നു. ഇതിൽ 3 പേരുടെ നില അല്പം ഗുരുതരമാണ്. ഈ തൊഴിലാളികളായ സുജാത, രാജമ്മ, ഭാരതി എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ്. മറ്റുള്ളവർ ഇപ്പോൾ വിതുര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിനുശേഷം അല്പസമയത്തിനകം വീട്ടിലേക്ക് മടങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇത്തരത്തിൽ ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തേനീച്ചയുടെ ആക്രമണം നേരിട്ടത്. എസ് കെ. ഓക്കെ, താങ്ക് യു. സജീവ് മാങ്കോട് ഒരു കാര്യം പറയുന്നു. കാട്ടാനയൊക്കെ നാട്ടിലിറങ്ങുമ്പോൾ ആളുകൾ പലരും ക്യാമറാമാൻമാരായി മാറുന്നു. പല ആൾക്കാരും ഫോട്ടോ എടുക്കാൻ ധൃതി കാണിക്കുന്നു. അത് ഒരു ശരിയായ രീതിയല്ല. ഇത്തരം സന്ദർഭങ്ങളിലാണ് പലപ്പോഴും ഈ കാട്ടുമൃഗങ്ങൾ അക്രമകാരികളാകുന്നത് എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു. അത് തീർച്ചയായിട്ടും നല്ലൊരു അഭിപ്രായമാണ്. നിങ്ങൾ ഭയങ്കരമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഫോട്ടോ എടുക്കാനുള്ള താല്പര്യത്തിൽ കാട്ടാനയുടെയൊക്കെ പിന്നാലെ കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാകും എന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ.